മതയാഥാസ്ഥിതികതയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇവിടെ അൻവറിനെ, അതിന്റെ സംഘടനാ സംവിധാനങ്ങളും അതിന്റെ മാധ്യമങ്ങളും ഒക്കെ അൻവറിനെ പിന്തുണയ്ക്കാൻ എത്തുന്ന വളരെ സവിശേഷമായ ഒരു കാഴ്ചയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആര്യടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പാണ്. ഈ സാമുദായിക വോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നിലമ്പൂരിനെ നമ്മൾ ആകെ എടുത്താൽ ശരിക്കും കേരളത്തിലെ ഒരു പരിച്ഛേദം എന്ന് പറയാം. മറ്റ് പല മലപ്പുറം മണ്ഡലങ്ങളിലെയും പോലെ 50% മുകളിൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള മണ്ഡലമല്ല നിലമ്പൂർ. 45% ഹൈന്ദവ വോട്ടുകൾ, 43% റഫ്ലി മുസ്ലിം വോട്ടുകൾ എന്നുള്ളതാണ് നില. 12% ക്രിസ്ത്യൻ വോട്ടുകൾ. ഇത് അവസാനം സെൻസസ് നടന്നിട്ട് കാലങ്ങളായി എന്നുള്ളതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ 8% പട്ടികജാതി പട്ടികവർഗ വോട്ടുകളുണ്ട്. അതെ, അതൊക്കെ ഈ ഹിന്ദു വോട്ടുകളുടെ പട്ടികയിൽ വരുന്ന വോട്ടുകളാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ. ആബിദ് അടിവാരം, അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വക്താവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പിന്തുണ വെക്കുന്നത് അൻവറിലാണ്. മുഹമ്മദ് അലി കിനാലൂർ, അദ്ദേഹം ഈ കാന്തപുരം വിഭാഗം സമസ്തയുടെ യുവജന നേതാവാണ്. ഇത് രണ്ട് വ്യത്യസ്ത ധാരകളാണ്, തികച്ചും എതിർ നിൽക്കുന്ന രണ്ട് ധാരകളാണ്. ഒന്ന് പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യ മാപ്പിള സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണെങ്കിൽ രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഐഡിയോളജിയാണ്. ഇവർ രണ്ടുപേരും രണ്ട് തരങ്ങളിൽ നിന്നുകൊണ്ട് രണ്ടുപേരും പിന്തുണയ്ക്കുന്നത് അൻവറിനെയാണ്. അതിനർത്ഥം നമ്മുടെ സ്ഥാനാർത്ഥി ഷൗക്കത്തല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത ധാരകൾ, അതായത് മതയാഥാസ്ഥിതികതയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇവിടെ അൻവറിനെ, അതിന്റെ സംഘടനാ സംവിധാനങ്ങളും അതിന്റെ മാധ്യമങ്ങളും ഒക്കെ അൻവറിനെ പിന്തുണയ്ക്കാൻ എത്തുന്ന വളരെ സവിശേഷമായ ഒരു കാഴ്ചയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആര്യടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പാണ്. ആര്യടൻ ഷൗക്കത്ത് ഒരു പുരോഗമനവാദിയായ ആ നിലപാടുള്ള, അതിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലുള്ള വോട്ട് പൂളിംഗ് അൻവറിന് അനുകൂലമായി രണ്ട് വിഭാഗത്തിൽ നിന്നും ഉണ്ടാകും. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംഘടനാ ശേഷിയും മലപ്പുറം അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴുള്ള പുതുതായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഉണർവും ഒക്കെ ഇത്തരം ചിന്താഗതികൾക്ക് അപ്പുറത്ത് സ്വരാജ് അല്ലെങ്കിൽ ഷൗക്കത്ത് എന്നുള്ള നിലയിലേക്കുള്ള വോട്ട് ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്വരാജിന് താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിൽ, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ധാരകളുടെ ഒരു ഏകീകരണം ഏതെങ്കിലും തരത്തിൽ ഒരു നിർണായകമായ ഫാക്ടർ ആകാൻ ഇടയില്ല. ഇതിന്റെ വക്താക്കളൊക്കെ ഇങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ പോലും ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ മലപ്പുറത്തെ അല്ലെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ചൊക്കെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചുമൊക്കെ മികച്ച ധാരണയുള്ളവരാണ്. അപ്പോൾ അവരുടെ ചോയ്സ് ആര്യടൻ ഷൗക്കത്ത് വേണോ എം സ്വരാജ് വേണോ എന്നതിലേക്ക് പരിമിതപ്പെടുത്താനാണ് സാധ്യത. BJPക്ക് അവിടെ 10,000-ൽ കുറവ് വോട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ BJPക്ക് 10,000-ൽ കുറവ് വോട്ടുകൾ മാത്രമുള്ള SDPI ഇന്നേവരെ 5,000 വോട്ട് ടച്ച് ചെയ്യാത്ത ഒരു മണ്ഡലമാണ്. അവിടെ അൻവർ എന്നൊരു പുതിയ ഫാക്ടർ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു ദ്വന്ദ്വ യുദ്ധമായി, ഒരു ബൈപോളാർ കോണ്ടസ്റ്റായി തന്നെ മാറും. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അരങ്ങൊരുക്കലുകളൊക്കെ ഉണ്ടായാലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ പൊളിറ്റിക്കലായി വിധി എഴുതപ്പെടുന്ന ഒരു കോണ്ടസ്റ്റായി മാറും നിലമ്പൂർന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഭിലാഷ്, ഇപ്പൊ ഈ ബൈപോളറായി മാറും എന്നുള്ളതിനെ ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഈ ബൈപോളറായി മാറുമ്പോഴും അവിടെ വിജയിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള അണ്ടർ കറൻസ് വളരെ നിർണായകമാകാം. ഇപ്പോ പറഞ്ഞ ഈ പല മുസ്ലിം ധാരകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ ധാരകളിൽ ഉള്ള വിഭാഗങ്ങൾ അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ വലിയൊരു വിഭാഗം ഈ ഒരു സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ UDFിലേക്ക് പോകേണ്ടതായിരുന്നു. ഈ മുസ്ലിം ലീഗ് പിടിക്കുന്ന വോട്ടും അല്ലാതെ ഇത്തരത്തിലുള്ള വോട്ടുകൾ SDPയെ കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും. എങ്കിൽ പോലും അല്ലാതെ ഈ അൻവറും അതല്ലാതെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ചില രാഷ്ട്രീയത്തിന്റെയും ചില പ്രശ്നങ്ങളുടെയും ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെയും ഒക്കെ പേരിൽ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പല വഴിക്കായിട്ട് ഭിന്നിക്കുന്നു. അൻവറിലേക്ക് കുറെ പോകുന്നു, ഷൗക്കത്തിലേക്ക് കുറച്ച് പോകുന്നു, അതല്ലെങ്കിൽ കുറച്ച് മറ്റ് തരത്തിൽ പോകാനിടയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് UDFന് വലിയ ആശങ്ക ഉണ്ടാകും. അത് ഭരണവിരുദ്ധ വോട്ടുകളെ ചിഹ്നിച്ചിതറുന്നതിനിടയാക്കാം. ഇപ്പോൾ പരമ്പരാഗതമായി തന്നെ ഇന്ത്യയുടെ ഒരു വോട്ടിംഗ് പാറ്റേണെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സർക്കാരിനെതിരെ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ അത് ആ സർക്കാരിനെ മറിച്ചിടുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ സർക്കാരിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ വരണം എങ്കിൽ ഒരു ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വളരെ ഹൈ ആയിരിക്കണം. ഇവിടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പലതായി ഭിന്നിച്ചു പോയാൽ സ്വാഭാവികമായും ഡോമിനന്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നോക്കൂ, CPMന് അല്ലെങ്കിൽ LDFന് 81,000 വോട്ട് കഴിഞ്ഞ തവണയുള്ള, 76,000 വോട്ട് 2016-ലുള്ള, 61,000 വോട്ട് 2011-ലുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഒരു 60,000 വോട്ട് ബേസ് വോട്ടായിട്ടുണ്ട് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ ബാക്കി വോട്ടുകളിൽ വരുന്ന സ്പ്ലിറ്റ് ഈ ഇലക്ഷൻ നിർണ്ണയിക്കാനുള്ള, നമ്മൾ ഈ ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി തിയറി വെച്ച് നോക്കിയാലും ഇലക്ഷൻ നിർണ്ണയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും VD സതീശനും ഒരു ഡു ഓർ ഡൈ ബാറ്റിലായി മാറാൻ പോകുകയാണ്.